ഓം ഗംഗാപതേ നമ. ഓം സം സരസ്വതീ നമ. ഓം ഗുരുഭ്യോ നമ. ഓം സ്വസ്തി ശ്രീപാദ ശ്രീ ഗുരുഭ്യോ നമ. ഓം പം പരമാത്മനേ നമ. നമസ്കാരം. ഞാൻ ശക്തയായി. എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള കാലഘട്ടത്തിലെ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ഏതൊരു വ്യക്തിയുടെയും ജാതകമനുസരിച്ച് തത്സമയമുള്ള ജാതക പ്രകാരമുള്ള ദശാകാലങ്ങൾ അല്ലെങ്കിൽ അപകാരകാലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും ഫലങ്ങൾ അനുഭവത്തിൽ വരിക. നമ്മുടെ മുൻ വീഡിയോകളെ അപേക്ഷിച്ച് ഈ വീഡിയോ 2025 ഒക്ടോബർ മാസം 18 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1201 ആണ്ട് തുലാമാസം 1 മുതൽ, അതായത് വൃശ്ചിക മാസം 18 വരെ, 2025 ഒക്ടോബർ 18 മുതൽ ഡിസംബർ മാസം 5 വരെയുള്ള കാലം വ്യാഴഗ്രഹം വക്രത്തിൽ അല്ലെങ്കിൽ അതിചാര നിലയിൽ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കും. ഈ സമയത്ത് വ്യാഴത്തിൻ്റെ രാശിമാറ്റ ഫലവും ചേർത്ത് 2025 ഒക്ടോബർ മാസം 1 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള കാലത്തെ ഗുണദോഷ ഫല സാധ്യതകൾ നമ്മളിവിടെ വിശദീകരിക്കുകയാണ്. നമ്മളിന്നിവിടെ വിശദീകരിക്കുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദ നക്ഷത്ര ജാതരുടെ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും ഈ 2 മാസക്കാലയളവിൽ അവർക്ക് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഗ്രഹസ്ഥിതി, പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ചാൽ മേടക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ച് വ്യാഴം 3-4 ഭാവങ്ങളിലും കേതു 5-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലും 12-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലം, അതായത് 7 ശനി ദോഷകാലത്തിലൂടെയാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതർ ഈ സമയം കടന്നു പോകുന്നത്. മേടക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ച് 7 ശനി കാലം വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വിഷമതകളും ഒക്കെ തീർക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്തോടു കൂടെ 7 ശനി ദോഷങ്ങൾക്കൊരു പരിധി വരെ കുറവ് വരുവാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ആദ്യം 2025 ഒക്ടോബർ മാസം 1 മുതൽ ഒക്ടോബർ മാസം 18 വരെയുള്ള കാലയളവിൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് പരിശോധിക്കാം. ഈ കാലഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കുകയും ധനപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവേണ്ടി വരികയും ചെയ്യും. അതുപോലെ തന്നെ രോഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിവർക്കോ ഇവരുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമോ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ധനവ്യയം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകളിൽ ചെന്ന് ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരാശ അല്ലെങ്കിൽ ഒരു അപകർഷതാ ബോധം ഈ കാലഘട്ടത്തിൽ ഇവരെ പിടികൂടാനും സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ പലതും ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെ ചില അനിഷ്ടങ്ങൾ വന്നു ഭവിക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഇവരെ സംബന്ധിച്ച് 2025 ഒക്ടോബർ മാസം 1 മുതൽ ഒക്ടോബർ മാസം 18 വരെ ഉണ്ടാകാനുള്ള ഗുണദോഷ ഫല സാധ്യത. എന്നാൽ ഒക്ടോബർ മാസം 19 മുതൽ ഒക്ടോബർ മാസം 31 വരെ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഫലങ്ങൾ വരാനിടയുണ്ട്. അതിലെടുത്ത് പറയേണ്ടത്
കോപാധിക്യം കൊണ്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബം അല്ലെങ്കിൽ നാട് വിട്ട് ജോലി ചെയ്യുവാനോ അതല്ലെങ്കിൽ വിദേശവാസത്തിലോ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വാഹന ഉപയോഗത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ കാലയളവിൽ നടന്നു കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. സന്താനങ്ങൾ മൂലം ചില ഗുണദോഷാനുഭവങ്ങൾക്ക് ഇടയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വിരോധത്തിലേക്ക് പോകുവാനും ഈ കാലഘട്ടത്തിൽ സാധ്യത കാണുന്നുണ്ട്. സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാകുവാനും അവയിൽ മാറ്റം വന്നു ഭവിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ചിലവുകൾ വർദ്ധിച്ചിരിക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒക്ടോബർ 19 മുതൽ ഒക്ടോബർ 31 വരെയുള്ള മാസം മുഴുവൻ കുറച്ച് നേട്ടങ്ങളും ചെറിയ ചെറിയ ദോഷങ്ങളിലേക്കും നീങ്ങുവാനിടയുണ്ട്. അപ്പോൾ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാകും എന്ന് നമുക്ക് വിലയിരുത്താം. എന്നാൽ നവംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ ചില യാത്രകൾ വേണ്ടി വന്നേക്കും. യാത്രാ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടിലും ജാഗ്രത പുലർത്തേണ്ടതാണ്. മാതാവിനെ സംബന്ധിച്ച് മാതാവുമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ ചില അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ രോഗദുരിതങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. കയ്യെത്തും ദൂരത്ത് ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാനിടയുണ്ട്. ചില സൽക്കർമ്മങ്ങൾക്ക് വിഘ്നം സംഭവിക്കുവാനും പ്രതാപ വർധനവിന് ഉതകുന്ന തരത്തിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും പാരമ്പര്യ വിഷയങ്ങൾ മൂലം ചില നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചും ഒരു ജാഗ്രത ഈ കാലഘട്ടത്തിൽ പുലർത്തേണ്ടത് നല്ലതാണ്. അമിത കോപം കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായിട്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെടുന്നവരൊക്കെ ചില ഡോക്യുമെൻറ്റുകളിലൊക്കെ ഒപ്പിടേണ്ടി വരുമ്പോൾ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ചില ആശങ്കകൾ ഉണ്ടാകാനിടയുണ്ട്. വിവാഹ വിഷയത്തിൽ ചില അനുകൂല തീരുമാനങ്ങൾ വന്നു ഭവിക്കാനിടയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും അനുകൂലമായിട്ടുള്ള ചില തൊഴിൽ സ്ഥാനങ്ങൾ കണ്ടെത്തുവാനും അവിടേക്ക് ചില സുഹൃത്തുക്കളുടെ സഹായത്താൽ പ്രവേശനം നേടുവാനും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം. ഇതിൽ വാക്കുകൾ വളരെയേറെ സൂക്ഷിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കാതെ അഭിപ്രായം പറയുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്ന രീതി ഒഴിവാക്കുക. അതുപോലെ തന്നെ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അരയാലിനെ 3 തവണ പ്രദക്ഷിണം വയ്ക്കുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് ക്ഷേത്രത്തിൽ ദർശനവും നീരാജനം സമർപ്പിക്കലും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും, സിന്ദൂരം അല്ലെങ്കിൽ കുങ്കുമം തിലകം ധരിക്കുന്നതും ഒക്കെ തന്നെ ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2025 ഒക്ടോബർ മാസം 1 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള കാലത്തെ ഗുണദോഷ ഫല സാധ്യതകളാണ്. അതിൽ ഒക്ടോബർ 18 വരെ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ രോഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനവ്യയമോ കടബാധ്യതകൾ സംബന്ധിച്ചുള്ള ആശങ്കകളോ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ പോലും ഒക്ടോബർ 19 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലഘട്ടത്തിൽ ചില പുതിയ തീരുമാനങ്ങളിലൂടെ കടന്നു പോകുവാനും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾക്കും സാധ്യതയും കാണുന്നുണ്ട്. നവംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നത് ഗുണകരമായിരിക്കില്ല. മറ്റുള്ളവർ പറയുന്നത് എല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത്ര പന്തിയല്ല. ഏത് കാര്യത്തെക്കുറിച്ചും വിശദമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ എടുത്തു ചാടിയുള്ളൊരു തീരുമാനത്തിലൂടെ കടന്നു പോകാൻ പറ്റിയൊരു കാലഘട്ടമല്ല. വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നമ്മൾ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന തിരിച്ചറിവ് വയ്ക്കുക.
ഏത് കാര്യത്തിലും ധൃതി ഒഴിവാക്കുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പറയുന്ന നിലപാട് ഒഴിവാക്കുക. ഏത് കാര്യത്തെക്കുറിച്ചും ആലോചിച്ചും ചിന്തിച്ചും മാത്രം പോവുക. ദൗർഭാഗ്യ വിഷയങ്ങൾ ഏർപ്പെടുമ്പോൾ ചില കടമ്പിടുത്തങ്ങൾ കൊണ്ടും ചില എടുത്തിയാട്ടങ്ങൾ കൊണ്ടും വളരെ പെട്ടെന്ന് കോപാധിക്യം കൊണ്ട് പ്രതികരിക്കുന്നത് കൊണ്ടുമൊക്കെ ചില ഭാഗ്യാവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള വിവേകബുദ്ധിയും പ്രദർശിപ്പിക്കുക എന്നതാണ് നമുക്ക് രത്നച്ചുരുക്കമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും 2025 ഒക്ടോബർ 18 മുതൽ ഡിസംബർ മാസം 5 വരെയുള്ള കാലഘട്ടം വ്യാഴഗ്രഹം അതിചാര നിലയിൽ കിടക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തെ, അതായത് നിലവിലിപ്പം വ്യാഴം 3 നിൽക്കുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച്. 3 വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് ചൊല്ല്. അത്ര വലിയ ഭയാനകമായിട്ടൊരവസ്ഥയിലാണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്താമെങ്കിലും അതിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ 3 വ്യാഴം മുറവിളി കൂട്ടുമെന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി 4-ാം ഭാവത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് 3 നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിയേക്കാൾ കുറച്ച് ഭേദപ്പെട്ടതാണ്. അതുപോലെ തന്നെ 7 ശനിയാണ്. 7 ശനി ആരംഭിച്ചിരിക്കുകയാണ്. 7 ശനിയാണെങ്കിലും ശനിദോഷങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അനുകൂലമായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ശനിദോഷ കാഠിന്യത്തിനും ഒരു പരിധി വരെ കുറവ് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച്, അതായത് 2025 ഒക്ടോബർ മാസം 18 മുതൽ വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റം ഏകദേശം വരുന്നു എന്ന് വിലയിരുത്തിയാൽ പോലും വ്യാഴത്തിൻ്റെ 4-ാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെയേറെ സൗഭാഗ്യദായകമാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതിനേക്കാൾ ഭേദമാണ്. അതാണ് അതിൻ്റെ ഒരു വിവർത്തനം. അപ്പോൾ ചുരുക്കത്തിൽ ഏകദേശം അനുകൂലമായ ഒരു കാലഘട്ടമാണ്. എടുത്തിയാട്ടം കൊണ്ടും അല്ലെങ്കിൽ വിവേകശൂന്യമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ അവരവർക്ക് വേണ്ടി വരുന്ന എന്ത് കാര്യമാണോ ഏത് കാര്യമാണോ ആ കാര്യത്തിലേക്ക് അല്പം ക്ഷമയും വിവേകവും പ്രദർശിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഈ കാലഘട്ടം അതിനൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് പോകുവാനും കൂടുതൽ പഠന മികവ് പുലർത്തുവാനും ഒക്കെ ഈ കാലഘട്ടത്തിൽ ശ്രമിച്ചാൽ സാധിക്കും. ഉപരിപഠനാർത്ഥമുള്ള വിദേശയാത്ര മുതൽ തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾക്കുള്ള വിദേശയാത്ര വരെ ഈ കാലഘട്ടത്തിൽ നടന്ന് കിട്ടാനിടയുണ്ട്. അതിനുള്ള പരിശ്രമം വേണം. അതോടൊപ്പം തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. ക്ഷമയോടുകൂടെ കാര്യങ്ങൾ നേരിടുവാൻ വേണ്ടുന്ന ഒരു വിവേക ബുദ്ധി പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏത് കാര്യത്തിലും വിജയം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് നിസ്സംശയം ഇവിടെ വിശദീകരിക്കാം, വ്യക്തമാക്കാം. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.